Boche Gold and Diamonds. Buy now, pay later. നെല്ലിയാമ്പതിയിലുണ്ടായ ബസ് അപകടത്തിന്റെ കാരണം ബ്രേക്ക് തകരാറായതാണോ ഡ്രൈവറുടെ പ്രശ്നമാണോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടത്തിന്റെ കാരണം 5 ദിവസത്തിനകം പോസ്റ്റ് ട്രാഷ് അനാലിസിസിലൂടെ കണ്ടെത്തുമെന്ന് മന്ത്രി പറഞ്ഞു. വലിയ ഓവർലോഡൊന്നും വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് എന്തോ ഒരു ടൂ വീലറിനെയോ മറ്റോ കണ്ടതിനെ തുടർന്ന് വണ്ടി ഒന്ന് വെട്ടിച്ചു. അപ്പോൾ ഒരു മരത്തിൽ പോയി ഇടിക്കുകയാണ് ചെയ്തത്. അതിൽ 53 വയസ്സോളം പ്രായമുള്ള ജയന്തി എന്ന ഒരു വനിതയാണ് ഇപ്പോൾ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരാൾക്ക് റിബ്സിന് ഉള്ളതുകൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെയും പരിക്കുകൾ ഇവിടെ ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 26-27 പേര് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ചിലരൊക്കെ പോയിട്ടുണ്ട്. അവരെ ഒന്നും കൂടുതൽ ആശുപത്രി കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമില്ല. മാക്സിമം 8-10 പേർക്കാണ് കിടത്തി ചികിത്സ ആവശ്യമുള്ളത്. അതിൽ ടീ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന 10 ബംഗാളികളായിട്ടുള്ള തൊഴിലാളികളുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകമായി അവരുടെ കാര്യം നമ്മുടെ നാട്ടുകാരെല്ലാത്തോട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ കളക്ടറോട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ പോസ്റ്റ് ക്രാഷ് അനാലിസിസ് ഇപ്പോൾ നടത്തും. അതിൻ്റെ ഒരു 5 ദിവസം എടുക്കും അതിൻ്റെ റിപ്പോർട്ട് വരാനായിട്ട്. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും പറഞ്ഞിട്ടുണ്ട്. എന്ത് ആക്സിഡൻറ്റ് പറ്റിയാലും 5 ദിവസത്തിനകത്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്ന ഒരു പുതിയൊരു സമ്പ്രദായം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മരണം ഉണ്ടായല്ലോ. ഇപ്പോൾ കൊട്ടാരക്കരയിൽ 3 പേര് മരിച്ചതിനെ തുടർന്നാണ് അത് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ, ഡ്രൈവറുടെ മനസാന്നിധ്യം ഇല്ലാതെ പോയതാണോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അത് വിശദമായിട്ട് പരിശോധിക്കും. വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാലോചിതമായി പരിഷ്കരിക്കേണ്ടതാണ് എന്ന അഭിപ്രായമുണ്ടെങ്കിലും സർക്കാർ ഏകപക്ഷീയമായി അത് ചെയ്യില്ല. സമവായമുണ്ടായാൽ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് MLA രമേശ് പിഷാരടി, ജില്ലാ കളക്ടർ K സുധീർ, DMO എന്നിവരും മന്ത്രിക്കൊപ്പം ആശുപത്രിയിലെത്തിയിരുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.